അപ്പം ഞങ്ങളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പോകണം. ആക്ച്വലി ഇതൊരു 1 വീക്കൊക്കെ ആയി. അപ്പോൾ പോരുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ നിവേദിൻ്റെ കയ്യിൽ നിന്ന് അവളുടെ ബുഷ് താഴെ പോയിട്ട് അവളുടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. സംഭവം എന്നാന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഈ ഫോട്ടോ എടുക്കാതിരുന്നതാണ്, മതിലവിടെ വെച്ചതാണ്, പിന്നെ അത് താഴെ പോയി. അങ്ങനെ ഇവളും മാളു ചേച്ചിയും കൂടെ ഭയങ്കര പരിശ്രമമായിരുന്നു എടുക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ മതിലൊക്കെ ചാടി അങ്ങ് എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫുൾ സ്ലീവ് ടോപ്പും ജീൻസും ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ട്രെയിനിലല്ലേ പോകുന്നത്, ഭയങ്കര തണുപ്പുണ്ടാകും അതുകൊണ്ട്. പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കണ്ണെഴുതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടെന്നൊക്കെ പറയായിരുന്നു. ബാക്കിൽ അമ്മ, പൊന്നു ചേച്ചി, മോൾ ചേച്ചി എല്ലാവരും ഉണ്ട്. എല്ലാവരും റെഡി ആയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞൊരു മാലയിട്ട് പോണിറ്റെയിലും കെട്ടി ഞാൻ സെറ്റായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ മാളു ചേച്ചി നിവേദിക കടയിലുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയും കളിയുമായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് വലിച്ചരും മേമയൊക്കെ അപ്പുറത്തിരിക്കുകയായിരുന്നു. ആൻഡ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ശരിയായിരുന്നു. പൊഞ്ചേച്ചി അപ്പുറത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്ന് ജൂൺ 21 ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മെയ് 19 എന്ന് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കാണിച്ചായിരുന്നു ചോക്ക്, പിന്നെ കാണിച്ചത് ബ്രൂണ്. ഇതാണ് നമ്മുടെ ചിറ്റമ്മയുടെയൊക്കെ വീട്. അപ്പം ഇതിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരു ഓട്ടോ വിളിച്ചു എല്ലാവരും കൂടെ ഈ ഒരു വണ്ടിക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഡ്രൈവറെല്ലാം വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടാവും. ഞങ്ങൾ പിള്ളേർ ചിറ്റം, പിന്നെ കൊച്ചനും വെരിച്ചനും കാറിലാണ് പോകുന്നത്. പിന്നെ മേമയും ചിറ്റമ്മയും അമ്മയും കൂടെയാണ് ഓട്ടോയ്ക്ക് വരുന്നത്. ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഈ പട്ടിക്ക് ഞങ്ങൾ ചോക്കോ എന്നാണ് മേടിട്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും 3 പേരും കൂടെ ഇട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോർന്ന് വന്നിട്ട് ഈ ഒരു പട്ടിയെ കണ്ടത്. ഇതിൻ്റെ പേര് ചെറി എന്നുണ്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടില്ല, നല്ല രസമില്ല കാണാനായിട്ടാണ്. അപ്പം ഞാൻ ചിറ്റപ്പമ്മയോട് പറഞ്ഞ പേരാണ് ആ ചേച്ചിട്ട് ചോദിക്കാൻ വന്നത്. നമുക്ക് ഭാഷ അറിയില്ല അതുകൊണ്ട്. അപ്പം പറഞ്ഞു ചെറി എന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾ ബ്രൂണോ ഉണ്ട് കേട്ടോ. ഈ ബ്രൂണോയും ചൊക്കയ്ക്കും കൊച്ചിന് ഫുഡൊക്കെ കൊടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണത്. അപ്പം എപ്പോഴും ഇവിടെ വന്നിരിക്കും കേട്ടോ. അപ്പം കൊച്ചിൻ പറയുമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ പട്ടിക്ക് മീൻസ് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. എന്നിട്ട് വന്നപ്പോൾ ഭയങ്കര ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് വന്നു കേട്ടോ. അതൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ബാഗൊക്കെ എടുത്ത് അവിടെ നിൽക്കുക മെട്രോ സ്റ്റേഷനിൽ. പോകുന്ന വഴിക്കുള്ള ക്ലിപ്പ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാര്യം അമ്മ വേറെ വണ്ടിയായിരുന്നു, വേറെ വണ്ടിയിലായിരുന്നു, ഫോൺ അമ്മയുടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ മെട്രോയിൽ കയറി കഴിഞ്ഞ് ഞാൻ വേറെ സ്ഥലത്താണ് കഴിച്ചിരുന്നത്. എല്ലാവരും പല പല സ്ഥലത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. ഞാനും വിളിച്ചിനും കൂടെ ഒരുമിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും നിവേദിയും നമ്മൾ ഈ മെട്രോയിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നിൽക്കേണ്ട ജിപ്പ് ഒരു ചേച്ചി നിൽക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ അവിടെ ചെന്ന് ഇറങ്ങി. അതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ. മെട്രോ ഇറങ്ങുക നേരെ ട്രെയിൻ കയറുക, അങ്ങനെയാണ് നമുക്ക് രാത്രി 8:45 ട്രെയിൻ. അപ്പോൾ നമ്മൾ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ ഇവിടെ നിന്നാണ് കേട്ടോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതും ഇതൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അവരപ്പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുക. എന്നിട്ട് മാളു ചേച്ചി ഡാൻസൊക്കെ കളിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നേ, നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്നാപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാൻ പോകുമായിരുന്നു. പിന്നെ കൊച്ചിനെ വന്ന് ബാഗൊക്കെ ഫുൾ സെറ്റാക്കി തന്നു. പിന്നെ അവരൊക്കെ വന്ന് കുറച്ച് നേരം നമ്മൾ സംസാരിച്ച് പിന്നെ ടാറ്റ അത് കഴിഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അവരങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അവർ പുറത്ത് വന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അവരങ്ങനെ പോയി. ഇനിയും അവർ പക്ഷേ ട്രാഫിക്കൊക്കെ പെട്ട് അവർ ചെല്ലാൻ താമസിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൽ സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിവേദിക്ക് തണുക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൾ പുതച്ച് മൂടിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആദ്യം ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പറഞ്ഞാലൊക്കെ കഴിച്ചത്. പിന്നെ നിവേദിക്ക് ഞങ്ങൾ പറഞ്ഞതെന്ന് പൊന്നാരി ഇടിക്കുക അങ്ങനെ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മുടിയൊക്കെ ഫുള്ള് പോയിട്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സോക്സൊക്കെ ഇട്ടു. അതാണ് ഞാൻ പറയാൻ വന്നത്. പിന്നെ ഞങ്ങൾ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മോർണിംഗിൽ നമ്മൾ എഴുന്നേറ്റു, ബ്രഷൊക്കെ ചെയ്ത് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശക്കാൻ തുടങ്ങി. വീണ്ടും ബ്രെഡ് ജാം നമ്മുടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു നമ്മൾ ബ്രെഡിൽ ജാം പരട്ടി തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ തന്നു. അപ്പം മാളു ചേച്ചി ഇങ്ങനെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ, പക്ഷേ നല്ല സുഖം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് കണ്ടത്. പിന്നെ അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഫ്ലൈറ്റിൽ ലാൻഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ലാൻഡാണ് ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നിട്ടുള്ള ക്ലിപ്പാണ് എനിക്ക് എടുക്കാൻ പറ്റിയത്. ഞങ്ങൾ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഡ്രീം ആട്ടോ ഫ്ലൈറ്റിൽ കയറണം. അപ്പോൾ നിങ്ങൾ കയറിയിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ പറയണേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ കോപ്രായങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സ്നാപ്പിൽ ചുമ്മാ. അപ്പോൾ ഇനിയാണെങ്കിൽ ശരിയും കൂടെ അത് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങൾ
കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പോകാൻ നമ്മൾ തിരിച്ച് പോകല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. ഇതും ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ വീഡിയോയുടെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചുമ്മാ വീഡിയോസൊക്കെ ക്ലിയർ ആക്കാൻ നേരത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പം 1 മാസമായിട്ടുണ്ട്. നമ്മളിതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു സാധനം. പിന്നെ ഞാൻ പൊന്നു ചേച്ചിയുടെ ഫോണിലായിട്ട് സിനിമ എല്ലാം കാണാൻ നോക്കിയാണ്, പക്ഷേ നെറ്റ് ഇല്ലായിരുന്നു. പിന്നെ ശേഷം മാസേച്ച് ഭയങ്കര ഉറക്കമായിരുന്നു. അമ്മ അവിടെ എന്തൊക്കെയോ നോക്കിയിട്ടിരിക്കുകയാണ്. അമ്മ അറിഞ്ഞിട്ട് പോലും ഇല്ലടാ ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഞാൻ ദാദു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഷേക്ക് അയച്ചിട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു സൈഡിൽ മാറിയിരുന്നു. ശരി, അതൊക്കെ എത്തായൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമായിരുന്നു ഒരു നമ്മുടെ സ്റ്റേഷനൊക്കെ എത്താറായപ്പോഴത്തേക്കും, കോട്ടയം എത്താറായപ്പോഴത്തേക്കുമാണ് നമ്മൾ അവിടെ വെലിസിനൊക്കെ അപ്പുറത്തു നിന്ന് വെലിസിന് വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാനും പിന്നെ സ്നാപ്പിൽ ആസ് യൂഷ്വൽ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവസാനം ഞങ്ങൾ കോട്ടയത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കാർ എടുക്കാൻ വേണ്ടി ബൈക്കുമായിരുന്നു. ഫുള്ള് ഞങ്ങൾ കൊലൊക്കെ കണ്ടു ഭയങ്കര ക്ഷീണിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാറൊക്കെ എടുത്തിട്ട് വന്നു. കാറിലൊക്കെ കയറി നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പം നമ്മുടെ നിവേദ്യ ഓരോ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയുമായിരുന്നു. പിന്നെ അവൾക്ക് പുതിയ വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇഡലിയൊക്കെ കഴിച്ച് കിട്ടിയത്. അപ്പം ഇത്രയൊക്കെ